നമസ്കാരം പ്രിയമുള്ളവരെ, നമ്മളുടെ രാജ്യത്ത് ഇന്ധന പ്രതിസന്ധി വീണ്ടും ഉണ്ടായേക്കുമെന്നുള്ള റിപ്പോർട്ട് വരുന്നു. യുദ്ധം അനിശ്ചിതമായിട്ട് നീളുന്ന സാഹചര്യത്തിൽ വീണ്ടും നമ്മളുടെ സംസ്ഥാനത്തും രാജ്യമെമ്പാടും പുതിയ നിയന്ത്രണം ഏർപ്പെടുത്താൻ പോവുകയാണ്. അതായത് പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസ് നമ്മളുടെ പ്രദേശത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അത്തരം പ്രദേശങ്ങളിലേക്ക് ഗാർഹിക പാചകവാതക സിലിണ്ടറുകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ വാണിജ്യ സിലിണ്ടറുകൾ ഉൾപ്പെടെ വിതരണം ചെയ്യുന്നത് താൽക്കാലികമായിട്ട് നിർത്തിവെക്കുന്നതിന് വേണ്ടിയുള്ള കേന്ദ്ര നിർദ്ദേശം വന്നതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. അതായത് എത്രയും വേഗം നമ്മൾ സിറ്റി ഗ്യാസ് പദ്ധതികൾ അല്ലെങ്കിൽ പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസ് പദ്ധതികളിലെ അംഗത്വം എടുക്കുക, എത്രയും വേഗം രജിസ്റ്റർ ചെയ്ത് നിലവിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് ബന്ധപ്പെട്ട കണക്ഷൻ എടുത്തുകൊള്ളുക. അല്ലാത്ത പക്ഷം നമുക്ക് ഇന്ധനം നിലയ്ക്കുന്ന സാഹചര്യമുണ്ടാകും. ഇനി അത് മാത്രമല്ല, നമുക്ക് 5 കിലോയുടെ ഗ്യാസ് സിലിണ്ടർ രാജ്യത്ത് സുലഭമാണ്. നമ്മളുടെ സംസ്ഥാനത്തും ഇത്തരത്തിൽ ഇന്ത്യൻ്റെയും ഭാരതിൻ്റെയും HP-യുടെയും എല്ലാം മിനി ഗ്യാസ് സിലിണ്ടറുകൾ, ഇന്ത്യൻ്റെ ആണെങ്കിൽ ചോട്ടു ഗ്യാസ് സിലിണ്ടർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നിലവിൽ മേൽവിലാസം തെളിയിക്കുന്ന രേഖകളോ അതുമാത്രമല്ല മുൻകൂട്ടിയുള്ള ബുക്കിങ്ങോ ആവശ്യമില്ലാതെ നമുക്ക് ഏതെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ഇത് ഉപയോഗിക്കുന്നതിന് വേണ്ടി സാധിക്കും, പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി സാധിക്കും. 5 കിലോ ഭാരം വരുന്ന ഇത്തരത്തിലുള്ള ഗ്യാസ് സിലിണ്ടറുകൾ ഇത് നമുക്ക് 500 രൂപ മുതൽ 550 രൂപ വരെ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതാണ്. അതുമാത്രമല്ല, ഇത് തീർന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ നമുക്കിത് റീഫില്ല് ചെയ്ത് വാങ്ങുന്നതിന് വേണ്ടിയും സാധിക്കുന്നതായിരിക്കും. നിലവിൽ നമ്മളുടെ രാജ്യത്ത് മാർച്ച് മാസം 23-ാം തീയതിക്ക് ശേഷം 6.5 ലക്ഷത്തോളം വരുന്ന ചോട്ടു ഗ്യാസ് സിലിണ്ടറുകൾ അല്ലെങ്കിൽ മിനി ഗ്യാസ് സിലിണ്ടറുകൾ വിതരണം ചെയ്തതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുമാത്രമല്ല, നമുക്കും ഈ രീതിയിൽ ഗ്യാസ് സിലിണ്ടറുകൾ നിലവിൽ ഇപ്പോൾ ഗ്യാസ് തീർന്നിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ ഗ്യാസ് സിലിണ്ടറുകൾ എടുക്കാൻ സാധിക്കുമെന്നൊരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളുടെ ഏതെങ്കിലും ഒരു ഐഡൻറ്റിറ്റി പ്രൂഫാണ് ഇതിനു വേണ്ടി നമ്മൾ സമർപ്പിക്കേണ്ടത്. എന്നാൽ മറ്റ് മേൽവിലാസം തെളിയിക്കുന്ന രേഖകളോ മുൻകൂട്ടിയുള്ള ബുക്കിങ്ങോ ഇതിനുവേണ്ടി ആവശ്യമില്ല. അതുമാത്രമല്ല, നമ്മളുടെ ഇന്ത്യൻ്റെയോ അല്ലെങ്കിൽ HP ഭാരതിൻ്റെ പെട്രോൾ പമ്പുകളിലും അതോടൊപ്പം തന്നെ മറ്റ് കിരാന സ്റ്റോറുകളിലും, ഇനി അതല്ല എങ്കിൽ നമ്മളുടെ ഗ്യാസ് ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ടാലും നമുക്ക് ഈ മിനി ഗ്യാസ് സിലിണ്ടറുകൾ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഇനി അത് മാത്രമല്ല, നമ്മളുടെ വീടുകളിലേക്ക് ബന്ധപ്പെട്ട ഈ ഒരു സിലിണ്ടർ എത്തിക്കുന്നതാണ്. അതിന് നമ്മൾ 25 രൂപയോളമാണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൊടുക്കേണ്ടത്. 2021 മുതൽ 25 രൂപയാണ് ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജായിട്ട് ഈടാക്കുന്നത്. ഇനി ഇത് നമ്മളുടെ വീടുകളിലേക്ക് മാത്രമല്ല, മറ്റ് നമ്മളുടെ വ്യവസായശാലകളിലേക്കോ അല്ലെങ്കിൽ നമ്മളുടെ മറ്റ് ഏതെങ്കിലുമൊക്കെ മേഖലകളിലേക്കോ, അതുമാത്രമല്ല നമ്മളുടെ വീട്ടിൽ നിന്ന് മറ്റെങ്ങോട്ടെങ്കിലും പോകുമ്പോൾ അത് കൊണ്ടുപോകുന്നതിനും സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ 5 കിലോഗ്രാമിൻ്റെ ഗ്യാസ് സിലിണ്ടറുകൾ ലഭ്യമാണെന്നൊരു കാര്യം കൂടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക. ഇനി അതോടൊപ്പം തന്നെ ഗാർഹിക ഗ്യാസ് സിലിണ്ടറുകൾ കൃത്യസമയത്ത് ബുക്ക് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. നഗരപ്രദേശങ്ങളിലെ 35 ദിവസ ഇടവേള, ഗ്രാമപ്രദേശങ്ങളിലെ 45 ദിവസം, ഇത് പിന്നിട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി അതോടൊപ്പം തന്നെ അവസാനമായിട്ട് എന്നാണ് ഗ്യാസ് എടുത്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മറന്നുപോയെങ്കിൽ നമ്മൾ ഗ്യാസ് ബുക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒന്ന് ട്രൈ ചെയ്യുക. ആ സമയത്ത് കോൾ കട്ടാവുകയും നമ്മളുടെ എലിജിബിലിറ്റി, അതായത് എത്ര ദിവസങ്ങൾക്ക് ശേഷം ബുക്ക് ചെയ്യാൻ സാധിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് SMS ആയിട്ട് നമുക്ക് ലഭിക്കുന്നതുമായിരിക്കും. ആ രീതിയിൽ നമുക്ക് അടുത്ത ബുക്കിംഗ് ഡേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയുന്നതിനും സാധിക്കുന്നതാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.